കലാപകലുഷിതമായ ബംഗ്ലാദേശിൽ കഴിഞ്ഞ 3 ദിവസത്തിനിടയിൽ കൊല്ലപ്പെടുന്നവരുടെ എണ്ണം 135 മരണസംഖ്യ ഇനിയും ഉയരുമെന്നിരിക്കെ അവിടുത്തെ പ്രധാനമന്ത്രി രാജ്യം വിട്ട് ഇന്ത്യയിൽ അഭയം പ്രാപിച്ചിരിക്കെ ആയിരക്കണക്കിന് ജനങ്ങൾ ഇന്ത്യൻ അതിർത്തിയിലേക്ക് നീങ്ങുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അതുകൊണ്ട് തന്നെ ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന, അതായത് ഈ ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യയിലെ 5 സംസ്ഥാനങ്ങൾ, ആ 5 സംസ്ഥാനങ്ങളിൽ സുരക്ഷാ സേനയ്ക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിക്കഴിഞ്ഞിരിക്കുന്നു. അതിൽ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നത് പശ്ചിമ ബംഗാളും ത്രിപുരയുമായിട്ടാണ്. 2217 കിലോമീറ്ററാണ് ബംഗ്ലാദേശും ഈ പശ്ചിമ ബംഗാളും ഒപ്പം തന്നെ ത്രിപുരയുമായി അതിർത്തി പങ്കിടുന്നത്. ഇത് കൂടാതെ തന്നെ ആസാം, മിസോറാം തുടങ്ങിയ സ്ഥലങ്ങളിൽ, മേഘാലയ അടക്കമുള്ളിടത്ത്, അങ്ങനെ 5 സംസ്ഥാനങ്ങളാണ് ഈ ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ജനം അതിർത്തിയിലേക്ക് നീങ്ങുമ്പോൾ സൈന്യം നിതാന്ത ജാഗ്രതയിലാണ്. കാരണം ആ ഒരു ജനക്കൂട്ടം എന്തിന് ഇങ്ങോട്ട് എത്തുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ കലാപകാരികളാണോ അതോ ഇനി ഒരു അഭയാർത്ഥി പ്രവാഹം പോലെ എത്തുന്നതിനാണ്. ഏതായാലും ഈ സെക്യൂരിറ്റി ഫോഴ്സുകളെ നേരത്തെ തന്നെ ആഴ്ചകൾക്ക് മുമ്പ് തന്നെ അവിടെ വിന്യസിച്ചിരുന്നു. ഇപ്പോൾ അവിടെ BSFിൻ്റെ ഡയറക്ടർ ജനറൽ ദൽജിത് സിംഗ് ചൗധരി അടക്കമുള്ള മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർ കൊൽക്കത്തയിൽ സ്റ്റേ ചെയ്തുകൊണ്ട് സ്ഥിതിഗതികൾ നിരീക്ഷിക്കുകയാണ്. ഒപ്പം തന്നെ കേന്ദ്ര സർക്കാർ ഒരു അടിയന്തര സർവകക്ഷി യോഗവും വിളിച്ചു ചേർത്തിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.